മറ്റു വാർത്തകളിലേക്ക് മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കുന്നതിൽ നിന്ന് അഭിഭാഷകർ പിന്തിരിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഭിഭാഷകർ തങ്ങൾ ചെയ്യുന്നതിലെ ശരിയില്ലായ്മ മനസ്സിലാക്കണം. പ്രശ്നം വഷളാവുന്നത് കേരളത്തിന്റെ സൽകീർത്തിയെ ബാധിക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ടാകുന്ന ഒന്നും അനുവദിച്ചു കൊടുക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ദിനകർ ചേരുകയാണ്. ദിനകർ, എന്തായാലും മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കുന്ന ഒരു നടപടിയും ആരുടെ ഭാഗത്തു നിന്നും അനുവദിക്കാനാവില്ല എന്ന വ്യക്തമായ ഒരു നിലപാട് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്? അഞ്ജു, ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. നാടിന്റെ യശസ്സിനെ പ്രതികൂലമായി ബാധിക്കുന്ന തലത്തിലേക്ക് അഭിഭാഷക മാധ്യമ പ്രശ്നം വഷളാകുന്നത് അനുവദിക്കാൻ കഴിയുകയില്ല. ദേശീയ അന്തർദേശീയ സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടും വിധം മാധ്യമ അഭിഭാഷക ബന്ധം കലുഷമാകുന്നത് കേരളത്തിന്റെ സൽകീർത്തിയെ തന്നെ ബാധിക്കുന്നുണ്ട്. അറിയാനും അഭിപ്രായം പ്രകടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിന് തടസ്സമുള്ള നാട് എന്ന് കേരളം ലോകരംഗത്ത് അറിയപ്പെടുന്നത് കേരളീയർക്കാർക്കും അഭിമാനം നൽകുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകർ കോടതിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യം തടസ്സപ്പെട്ടുകൂടാ. അത് തടസ്സപ്പെടുന്നതിനോട് യോജിക്കാൻ കഴിയുകയില്ല. തടസ്സപ്പെടുത്താൻ ഇറങ്ങുന്ന അഭിഭാഷകർ തങ്ങൾ ചെയ്യുന്നതിലെ ശരിയില്ലായ്മ മനസ്സിലാക്കണം. അതിൽ നിന്നും പിന്തിരിയണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സ്വതന്ത്രവും നിർഭയവുമായ മാധ്യമ സ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ടാക്കുന്ന ഒന്നും അനുവദിക്കുകയില്ല എന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയുണ്ടായി. നേരത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി, അതിൽ വൈകാരികമായ പ്രതികരണങ്ങളും ഉണ്ടായി. എന്നാൽ എന്നും അതേ രീതിയിലേ പ്രതികരിക്കൂ എന്ന നിലപാട് ആർക്കും നല്ലതല്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. അങ്ങനെ നിലപാടെടുക്കുന്നത് പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുകയില്ല. സർക്കാരിനും അത് അംഗീകരിക്കാൻ കഴിയുകയില്ല. എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രവും ന്യായയുക്തവും നിർഭയവുമായി പ്രവർത്തിക്കാനുള്ള എല്ലാ അന്തരീക്ഷവും നിലനിൽക്കുന്ന സംസ്ഥാനം സത്യവിരുദ്ധമായ നിലയിൽ ചിത്രീകരിക്കപ്പെട്ടുകൂടാ. ഇത് ബന്ധപ്പെട്ടവരൊക്കെ മനസ്സിലാക്കണം. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു ശക്തമായ നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസവും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തിയിട്ടും പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് എടുത്തിരിക്കുന്നത്. അതിനുശേഷവും പല ഹൈക്കോടതിയിൽ എല്ലാ തലങ്ങളിലും ചർച്ച നടത്തിയതിനു ശേഷവും മാധ്യമപ്രവർത്തകരെ അഭിഭാഷകർ പ്രവേശിപ്പിക്കാത്ത ഒരു നില ഹൈക്കോടതിയിൽ ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ശക്തമായി ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ എല്ലാ നിലയിലും സർക്കാർ നിലപാട് സ്വീകരിക്കും എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. തീർച്ചയായും അത് തന്നെയാണ് ദിനകർ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ സമൂഹത്തിൽ ഉൾപ്പെടെ അഭിഭാഷക മാധ്യമ പ്രശ്നം, കേരളത്തിലെ അഭിഭാഷക മാധ്യമ പ്രശ്നം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടതും അതിനുശേഷവും വീണ്ടും പ്രശ്നങ്ങൾ ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അത് ഒരുപക്ഷെ പ്രശ്നം പരിഹരിക്കുന്ന തലത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ തുറന്നു വെക്കുകയാണോ? അഞ്ജു, ഇക്കാര്യത്തിൽ പല തലങ്ങളിൽ ചർച്ചകൾ നടന്നിരുന്നു. ആദ്യം ഹൈക്കോടതിയിലെ ജസ്റ്റിസുമാരും മുതിർന്ന മാധ്യമപ്രവർത്തകരും മാധ്യമ സംഘടനകളുമായും ചർച്ച നടന്നിരുന്നു. അതിനുശേഷവും മാധ്യമപ്രവർത്തകരെ ഹൈക്കോടതിയിലും മറ്റു കോടതികളിലും പ്രവേശിപ്പിക്കാത്ത നില വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ചീഫ് ജസ്റ്റിസും AGയും തമ്മിലും ചർച്ച നടന്നിരുന്നു. ആ ധാരണയനുസരിച്ച് ചീഫ് ജസ്റ്റിസ് ഒരു കാര്യം വ്യക്തമാക്കിയത് മാധ്യമപ്രവർത്തകർക്ക് നിഷ്പക്ഷമായി കോടതിയിൽ നിർഭയമായി പ്രവേശിക്കാനുള്ള അനുവാദം ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹവും വ്യക്തമാക്കിയത്. എന്നിരുന്നാൽ പോലും അതിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കർശന നിലപാടുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്ക് കോടതിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യം തടസ്സപ്പെടാൻ പാടില്ല. തടസ്സപ്പെടുന്നതിനോട് യോജിക്കാൻ കഴിയുകയില്ല. തടസ്സപ്പെടുത്താൻ ഇറങ്ങുന്ന അഭിഭാഷകർ തങ്ങൾ ചെയ്യുന്നതിലെ ശരിയില്ലായ്മ മനസ്സിലാക്കണം എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും അഭിഭാഷകർ പിന്തിരിയണം എന്നുള്ള ഒരു നിലപാട് കൂടി അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു. സ്വതന്ത്രവും നിർഭയവുമായ മാധ്യമ സ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ടാക്കുന്ന ഒന്നും തന്നെ അനുവദിക്കാൻ കഴിയുകയില്ല സർക്കാരിന് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. അത് കേരളത്തിന് ഗുണകരമല്ല. കാരണം അറിയാനുള്ള അവകാശം ജനങ്ങളുടേതാണ്, അത് അറിയിക്കാനുള്ള അവകാശം മാധ്യമങ്ങളുടേതുമാണ്. അതുകൊണ്ട് തന്നെ അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ്. ഇനിയും അത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുകയില്ല. ആ നിലപാട് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ മാധ്യമപ്രവർത്തകരെ ഹൈക്കോടതിയിലും മറ്റു കോടതികളിലും തടയുന്നത്, നിലപാടെടുക്കുന്നത് പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുകയില്ല. അത് സർക്കാരിനും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അഭിഭാഷകർ തങ്ങൾ ചെയ്യുന്നതിലെ ശരിയില്ലായ്മ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതിനപ്പുറം ഇക്കാര്യത്തിൽ അദ്ദേഹം ശക്തമായ ഒരു നിലപാട് കൂടി സ്വീകരിച്ചിരിക്കുന്നു. വ്യക്തമാണ്. അഭിഭാഷക മാധ്യമ പ്രശ്നങ്ങൾ അത് വഷളായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന അത് അംഗീകരിക്കാനാവില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നു.